കർഷകർ റബ്ബർ ഷീറ്റ് ഉൽപ്പാദനത്തിൽ നിന്നും പിന്തിരിയുമ്പോൾ ടയർ കമ്പനികൾ ഇറക്കുമതിക്കായി സമ്മർദ്ദം ശക്തമാക്കാൻ ഒരുങ്ങുന്നു. റബ്ബർ ഷീറ്റിൻ്റെ ക്ഷാമം ചൂണ്ടിക്കാണിച്ചാണ് ടയർ കമ്പനികളുടെ ഈ നീക്കം. നിലവിൽ ലാക്ടസിനേക്കാൾ ഉയർന്ന വിലയ്ക്കാണ് ഇപ്പോൾ ഷീറ്റിന് ലഭിക്കുന്നത്. ഈ റിപ്പോർട്ടിന് ശേഷം വാർത്തകളുമായി സിജു സുഗതൻ തുടരും. എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് RSS 1 ഗ്രേഡിൽപ്പെട്ട ഷീറ്റാണ്. ഇതിനെക്കാട്ടിലും മേൽത്തരം പറയാൻ RSS 1X ഷീറ്റ് മാത്രമേ ഉള്ളൂ. ഇത് വിമാനത്തിൻ്റെ ടയർ ഉൾപ്പെടെയുള്ള വളരെ അത്യാവശ്യം പ്രധാനപ്പെട്ട സംഗതികൾക്ക് ഉപയോഗിക്കുന്ന റബ്ബറാണ്. ഇതിന് ഫോർ റബ്ബറിനെ അപേക്ഷിച്ച് സാമാന്യം നല്ല വില വ്യത്യാസം കിട്ടുന്നുണ്ട്. ടയർ കമ്പനികൾ കൂടുതലായും ഉപയോഗിക്കുന്നത് RSS 4 ഗ്രേഡ് റബ്ബറാണ്. സാധാരണ കർഷകർ ഉൽപ്പാദിപ്പിച്ചിരുന്ന 1 കിലോ RSS 4 റബ്ബറിന് നിലവിലെ വിപണി വില 237 രൂപ. മികച്ച വില ലഭിക്കുമ്പോഴും വിറ്റഴിക്കാൻ ഉൽപ്പന്നമില്ലാത്ത സ്ഥിതിയിലാണ് റബ്ബർ കർഷകർ. മുൻപ് റബ്ബർ വില കുത്തനെ കുറഞ്ഞപ്പോൾ കർഷകർ ലാറ്റക്സ് വിൽപ്പനയിലേക്ക് തിരിഞ്ഞു. മുൻകാലങ്ങളിൽ ഭൂരിഭാഗം റബ്ബർ തോട്ടങ്ങളിലും റബ്ബർ ഷീറ്റ് നിർമ്മിക്കുന്ന മെഷീനുകൾ വ്യാപകമായിരുന്നു. എന്നാൽ റബ്ബർ വില കുറഞ്ഞതോടെ കർഷകരിൽ പലരും ഈ മെഷീനുകൾ വിറ്റഴിച്ചിരുന്നു. നിലവിൽ ഭൂരിഭാഗം കർഷകരും റബ്ബർ പാൽ വിറ്റഴിക്കുകയാണ്. ഇതുമൂലം റബ്ബർ ഷീറ്റിന് കടുത്ത ക്ഷാമമാണ് നേരിടുന്നത്. ഷീറ്റിൻ്റെ ക്ഷാമം ചൂണ്ടിക്കാണിച്ച് ഇറക്കുമതി വർദ്ധിപ്പിക്കാനാണ് ടയർ കമ്പനികളുടെ നീക്കം. ലാറ്റക്സ് വിൽക്കുന്നതുകൊണ്ട് ഷീറ്റിൻ്റെ ക്ഷാമം വരുന്നു. ഷീറ്റിൻ്റെ ക്ഷാമം വരുന്നതുകൊണ്ട് ടയർ കമ്പനികൾ ഇറക്കുമതിക്ക് വേണ്ടി സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. കർഷകരെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ളത്, കഴിവുള്ളിടത്തോളം ആളുകൾ വീടുകളിൽ പഴയ കാലത്തെ കൂട്ട് ഷീറ്റടിക്കുന്ന മെഷീനും ഒക്കെ സ്ഥാപിച്ചുകൊണ്ട് നമ്മുടെ പാല് ഷീറ്റാക്കി മാറ്റുകയാണെങ്കിൽ നമുക്ക് ഇറക്കുമതിയൊക്കെ കുറേയൊക്കെ നിയന്ത്രിക്കാൻ സാധിക്കും. അതാണ് എനിക്ക് കർഷകരോട് ഉപദേശിക്കാനുള്ളത്. എല്ലാ കാലവും റബ്ബർ ഇറക്കുമതി പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാരിനുള്ളത്. നിലവിലെ ക്ഷാമത്തിൻ്റെ പേരിൽ ടയർ കമ്പനികളെ സഹായിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചാൽ റബ്ബർ വില വീണ്ടും കൂപ്പുകുത്തും. ഈ അപകടം തിരിച്ചറിയാൻ റബ്ബർ കർഷകർക്ക് കഴിയണം. സാംജിത് ആർപ്പുക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.